ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളുടെ വീഡിയോ ഒരു നാടൻ ബീഫ് വരട്ടാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വഴറ്റാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. അധികം ഓയിലൊന്നും നമുക്ക് വയറ്റിലാവില്ല. എന്നാൽ നല്ലൊരു ടേസ്റ്റും കേട്ടോ. എളുപ്പത്തിൽ വെക്കാനും പറ്റും. നമ്മൾ സവാളയും ഉള്ളിയും തക്കാളിയൊന്നും വാട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ഈ ഒരു ബീഫ് വരട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അതിൻ്റെ അരവ് ഒഴിച്ചുകൊണ്ട് നമുക്ക് കഴിക്കട്ടോ. ഇനി വറുക്കേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഇതിന്ന് എടുത്തുകൊണ്ട് പൊരിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി 2 കഷ്ണം എടുത്തുകൊണ്ട് ചട്ടിയിലിട്ടുകൊണ്ട് എണ്ണയും വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ പൊരിച്ച പോലെയായി. ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ. നിങ്ങൾ നാടൻ ബീഫൊക്കെ കിട്ടുമ്പോഴേ, നല്ല ഇളം ബീഫ് കിട്ടിയപ്പോഴേ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ടാക്കണം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഞാനിപ്പോൾ അതിനൊരു 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് എല്ലുണ്ട്, ലിവറുണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബീഫാണ്. അധികം നെയ്യൊന്നുമില്ല, എന്നാൽ പാകത്തിന് നെയ്യുണ്ടേനും. അത് നല്ലോണം നുറുക്കി നല്ലോണം കഴുകി വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്കൊരു ചെറിയ 2-3-4 കഷ്ണം ഇഞ്ചി, ഒരു 15 വെളുത്തുള്ളി, 10 ചെറിയുള്ളി, ഒരു 4 പച്ചമുളക്. ഇനി എരിവ് അധികം വേണമെങ്കിൽ നിങ്ങൾ 5 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കോ കൂട്ടുണ്ടാവുകൊണ്ട് വല്ലാതെ എരിവ് ഇട്ടിട്ടില്ല. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു തക്കാളി, ഒരു വലിയുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെ കൂടെ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളി ഇതൊക്കെ ചതച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചി, വലിയ ജീരകവും കുരുമുളകും ഇതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയുക, സവാളയും തക്കാളിയൊന്നും വാട്ടി നമ്മളെ സമയം കളയണ്ട. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. പക്ഷേ മസാല പിടിക്കാൻ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നമ്മൾ തിരുമ്മി വെക്കണം. അപ്പോഴാണ് അതിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അപ്പോഴൊക്കെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മസാല തിരുമ്മി വെക്കണം നിങ്ങൾ. പിന്നെ ബീഫ് കൊണ്ട് പല മട്ടത്തിലും ഉണ്ടാക്കുമല്ലോ. മസാല തിരുമ്പി വെക്കും, ബീഫ് പിന്നെ കുരുമുളക് ഇട്ട് വെക്കും, പല വിധത്തിലുണ്ടാക്കും. കറി ഉണ്ടാക്കും, വെള്ള പിന്നെ ഉണ്ടാക്കും, വെള്ളക്കറി ഉണ്ടാക്കും, സ്റ്റൂ ഉണ്ടാക്കും. ബീഫ് കൊണ്ട് എന്തുണ്ടാക്കാനും ടേസ്റ്റ് കേട്ടോ. പക്ഷെ നമുക്ക് കൊളസ്ട്രോളുകൾക്കൊന്നും വല്ലാതെ നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലൊന്നും അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വയറ്റാനൊക്കെ കുറേ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ വയറ്റിൽ ആ ഓയിലൊക്കെ ആവും. ലാസ്റ്റ് കുറച്ച് ചെറിയ ജീരകം ഇടണം കേട്ടോ, 1 ടീസ്പൂണ്. ഇത് നല്ല ടേസ്റ്റാണ് ഇതിട്ട്. അത് ഓപ്ഷനാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറ്റുന്ന പോലെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടേ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബീഫ്. അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നുമില്ല. നമുക്കിതിലെ അരവുകളൊക്കെ തിരുമ്മി വെക്കാം. അതിനായിപ്പോൾ ഞാൻ പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. മറ്റേ ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി, സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, വലിയ ജീരകം, ചെറിയുള്ളി ഇതൊക്കെ നമ്മൾ ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മറ്റേ ഗരം മസാല 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിത് 3 ടീസ്പൂൺ ഈ ചതവിട്ട് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി, ഒരു സവാള ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ നമ്മൾ ഈ ഇറച്ചിയിലിട്ട് നന്നായി ഒന്ന് തിരുമ്മി വെക്കണം. ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീരും പാകത്തിന് ഉപ്പും. ചെറുനാരങ്ങൻ്റെ നീര് പിടിക്കും ഈ പാരുമ്പളി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല സോഫ്റ്റും ആവും കേട്ടോ. അതിമൊക്കെ നല്ലോണം മസാല പിടിക്കുകയും ചെയ്യും അതിൻ്റെ ആ പുളി കൊണ്ടേ. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചെറുനാരങ്ങ അല്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ചെറുനാരങ്ങയാണ് ഒന്നും കൂടി ഉത്തമം. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടേ മുളകും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ. മുളകും പൊടി നിങ്ങൾ അധികം എരിവ് വേണമെങ്കിൽ മുളകും പൊടി കുറച്ചൊരു ഇട്ടോളി. ഞാനിപ്പോൾ അത് പാകത്തെ എരിവോള് പറ്റുക, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടിട്ടോളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടോളി. അങ്ങനെ ഒരു ചെറുനാരങ്ങൻ്റെ മുറി നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ കുരുവൊക്കെ കളയണം കേട്ടോ. കുരു അത് വെച്ച് ചാടിച്ചാൽ കഴിച്ചകരം. ഞാൻ ഓൾറെഡി ആദ്യം കുരു കളഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതിക്കൊരു കുരു ചാടി എടുത്തുകൊണ്ട് ഇതിടുക. ഇത്ര കളഞ്ഞാലും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തേക്ക് പിഴിഞ്ഞാണ്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 2 പണി എടുക്കണ്ടേ, ഇതിപ്പോൾ ഇതിക്കാണ്ട് പിഴിയുകയാണെങ്കിൽ. ഇനി അതും നല്ലോണം ഇതിലൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ചതവുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടല്ല, ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം, ഇതൊക്കെ ചതച്ചിടണല്ലേ നമ്മൾ. അതൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. ഒരു 4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തോളൂ. കുറച്ച് മസാല നല്ലതാണ്. അധികം ഇട്ട് കൊടുക്കും വേണ്ട, ചെറിയ ടീസ്പൂൺ ആവുകൊണ്ട് 4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇറച്ചി വെക്കുമ്പോഴേ മസാലകളൊക്കെ നമുക്ക് വേണം, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. അങ്ങനെ ഇതും ഇട്ട് കൊടുക്കട്ടോ. ഒക്കെപ്പാടെ നല്ലോണം കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കൊടുക്കണം കേട്ടോ. നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിക്കണം. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് വേഗില്ല, ബീഫ് ആവുകൊണ്ടേ. ബീഫിന് നല്ല വേഗുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് നല്ലോണം വെന്തോട്ടെ വിചാരിച്ച ചെറിയൊരു ഗ്രേവിയും വേണം അതിൽ. അപ്പോൾ കുറച്ച് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുമ്പി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ തിരുമ്പിങ്ങാണ്ട് നല്ലോണം അടച്ച് വെച്ചോളൂ കേട്ടോ. വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഊറി വരും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടിയും വരും. ഇനിയിപ്പോൾ ഇത് വെന്താലും ഒന്നും ചെയ്യേണ്ട, കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ്. വരട്ട്, ചെറിയൊരു ഗ്രേവിയോട് കൂടെ വരട്ടാണ്. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കുക്കറിൽ ഗ്യാസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഫ്ലെയിം കൂട്ടി ഒരു 3 വിസിൽ എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കണം. ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഒരു 3 വിസിലൂടെയും വരണം. അപ്പോൾ നല്ല വേഗില്ല ഇറച്ചിയാവുകൊണ്ടേ. ഇളയ ഇറച്ചിയാണെങ്കിൽ നിങ്ങൾ അത്ര തോനെ വിസിൽ വരുത്തേണ്ട ആവശ്യമില്ല. ആദ്യം 2 വിസിൽ വന്ന് പിന്നെ 2 വിസിൽ വന്നാൽ ഇത് കുറച്ച് വേഗില്ല ഇറച്ചിയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 2 വിസിൽ വന്നിക്കണം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കി വെക്കാം. ഇതൊരു 3 വിസിലും കൂടി വരട്ടെ ചെറിയ ഫ്ലെയിമിൽ. അപ്പോൾ അതിൻ്റെ വേഗ് പാകമായിട്ടുണ്ടാവും കേട്ടോ. ഗ്രേവിയൊക്കെ പാകമായിരിക്കും. നല്ല ഇതൊക്കെ വന്നിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ മാറ്റിയതാണ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടേ ഇതിൻ്റെ ഗ്രേവി നല്ലൊരു ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വരട്ട് മാത്രം മതി. നമുക്ക് പൊറാട്ടയുടെ കൂടെ കഴിക്കാം, വെറുംചോറിൻ്റെ കൂടെ കഴിക്കാം, എല്ലാറ്റിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാറ്റിനും പറ്റുന്നൊരു ബീഫ് വരട്ടാണത്. നിങ്ങളിങ്ങനെയൊക്കെ ബീഫ് ഇട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ് അല്ലേ. അതിൻ്റെ ആ ഗ്രേവിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അല്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റൊക്കെ അറിയിക്കും. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് അയച്ചു കൊടുത്തിട്ടേ നമുക്കൊരു സപ്പോർട്ടൊക്കെ തരുമുണ്ടോ. നല്ല ടേസ്റ്റാട്ടോ അത്. അങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടിയും പൊറാട്ടൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വെറുംചോറിൻ്റെ കൂടി നിങ്ങൾക്ക് കഴിക്കട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.